നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ല നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസം ഒരുക്കുന്നതിനായി തിരുവല്ല നഗരസഭ 50 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച ഷീ ലോഡ്ജ് കെട്ടിടം അനാഥമായി കിടക്കുന്നു. തിരുവല്ല YMCA ജംഗ്ഷന് സമീപം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമിയിൽ 2 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടമാണ് നോക്കുകുത്തിയായത്. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 2020 ഓഗസ്റ്റിൽ നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 2022 ഏപ്രിൽ 30 പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. സംരക്ഷണ മതിൽ ഉൾപ്പെടെയുള്ള കെട്ടിടത്തിൽ 6 മുറികളുണ്ട്. ഉദ്ഘാടന ശേഷം അടഞ്ഞ പ്രധാന കവാടം പിന്നീട് ഒരിക്കലും തുറക്കേണ്ടി വന്നിട്ടില്ല. അനാഥമായി കിടക്കുന്ന കെട്ടിടം ഇപ്പോൾ ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസികളും ആരോപിക്കുന്നു. അതേസമയം കെട്ടിടത്തിന്റെ അടിത്തറയുടെ നിർമ്മാണത്തിൽ അടക്കം നിരവധി അപാകതകൾ ഉണ്ടെന്ന് സാങ്കേതിക പരിജ്ഞാനമുള്ള പലരും ചൂണ്ടിക്കാട്ടുന്നു. കെട്ടിടത്തിന്റെ അടിത്തറയുടെ ഉയരം വളരെ കുറവായതിനാൽ സെപ്റ്റിക് ടാങ്കിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് ഉദ്ഘാടന ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. ജനുവരിയിൽ നടന്ന നവകേരള സദസ്സിൽ കെട്ടിടം തുറന്നു പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവല്ല വിജിലൻസ് കൗൺസിൽ നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി നഗരസഭയിൽ നിന്നും ലഭിച്ച മറുപടിയിൽ വൈദ്യുതി ശുദ്ധജല കണക്ഷൻ ലഭിച്ചതായും ഉടൻ തന്നെ കെട്ടിടം പ്രവർത്തനക്ഷമമാക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഷീ ലോഡ്ജ് കെട്ടിട നിർമ്മാണത്തിൽ അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായി നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന ആവശ്യമുണ്ട്. അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് തിരുവല്ല നഗരസഭ അധികൃതരും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.